സഹോദരങ്ങളെ, ആമുഖം ആവശ്യമില്ല. കഴിഞ്ഞ 10-12 വർഷമായി ഉന്നയിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ കളവ്, അല്ലാഹു തആല ആ ഒരു പേരിൽ ഒരുപാട് പ്രതിഫലം നൽകാൻ ഒരുപക്ഷെ എൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അള്ളാഹു ആ നിലക്ക് അത് പരലോകത്ത് ലാഭമാക്കി മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഈ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലയോ? എന്താണ് ആയത്തിൻ്റെ ആശയം? യഥാർത്ഥത്തിൽ ഇത്രയും കാലം അവർ പ്രസംഗിച്ച് നടന്നിട്ടും സൂറത്ത് അൻആമുമായി ബന്ധപ്പെട്ട ആ വചനത്തിൽ ഞാൻ അവിടെ വായിച്ചതോ പറഞ്ഞതോ ആയ കാര്യം ശരിയല്ല എന്നോ കിതാബിലില്ല എന്നോ പറയാൻ അവർക്ക് ഇന്നും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഞാൻ പറയാത്ത കാര്യം എൻ്റെ പേരിൽ പറഞ്ഞുവെന്ന് വരുത്തി തീർത്തിട്ട് അത് കിതാബിലില്ല എന്ന് വാദിക്കുകയും കളവ് പറഞ്ഞുവെന്ന് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ആരോപിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആരോപണം ഹനീഫ് കായക്കൂടി ക്ലിപ്പിട്ടുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നൊരു ഭാഗം ആദ്യം കേൾക്കുക, ശേഷം നമുക്ക് കാര്യത്തിലേക്ക് പോവാം. കോഴിച്ചനയിൽ വന്നപ്പോൾ അതുവരെ പറഞ്ഞ ഭൗതികോ അഭൗതികോ ഒക്കെ പോയി. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരുമാനം അംഗീകരിച്ചു. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയത്. ആ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായും ആയത്തോതിയാൽ അതിന് വിശദീകരണം വേണമല്ലോ. ആ വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞു. ഖുർആനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത്, ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു. പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു. അവസാനം പത്തപ്പിരിയത്തൊരു വാദപ്രതിവാദം നടത്തി. ആ വാദപ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചനയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ആരംഭിച്ച ആ ഒരു ആരോപണം വസിയത്തു ശിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഈ ഫൈസൽ മുസ്ലിയാർ എവിടെയാണ് പറഞ്ഞത്? നിങ്ങളത് കാണിക്കണം, നിങ്ങളത് പറയണം. എവിടെയാണ് പറഞ്ഞത്? കോഴിച്ച സംഭവത്തിൽ പറഞ്ഞു. എങ്കിൽ സമയം പറയൂ, എത്രാമത്തെ മിനിറ്റിലാണ്? എൻ്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലെ റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സ്വഹാബി പറഞ്ഞു എന്ന ചോദ്യത്തിന് പിടിച്ചോളൂ സുല്ലമി എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരാണ് പത്തപ്പിരിയത്തെത്തിയപ്പോൾ ചോദിക്കുന്നത്, എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്? പറ്റുമെങ്കിൽ സമയം പറയണം. അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു. നമ്മൾ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതാണ് അവിടെ സ്ഥിരമായ ദുരാരോപണം, വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞുവെന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് മറച്ചു വെക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ കട്ട് ചെയ്യാം. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അത് വായിച്ചു, അത് കേൾപ്പിക്കൂല. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് സ്ഥാപിച്ചെടുത്തിട്ടാണ് നാട് നീളെ ഈ ദുരാരോപണവുമായി അവർ ഇറങ്ങിത്തിരിച്ചത്. അതിനുവേണ്ടി മാത്രമാണ് പത്തപ്രിയം സംവാദം നടന്നത്. ഒരു സംവാദത്തിൽ ആയത്തോതുകയും ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പിന്നീട് വിമർശിക്കുകയും ചെയ്തപ്പോൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു സംവാദം നടക്കുക. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആകെ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. പറയും ഒരു സംവാദം നടന്നിട്ട് അതിൽ ഉന്നയിച്ച തെളിവ് അത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ഉന്നയിക്കുകയും അത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ മറ്റൊരു സംവാദം നടക്കുകയും ചെയ്യുക. അതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ? ഇല്ല, തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, തിരിച്ച് അവർ ദുർവ്യാഖ്യാനിച്ച ഒരു ഡസനോളം പ്രമാണങ്ങളെ അബ്ദുറഹ്മാൻ സൈഫിയുടെ മുഖത്ത് നോക്കി, ഹനീഫ് കാക്കയുടെ മുഖത്ത് നോക്കി, അനസ് മൊഴിയുടെ മുഖത്ത് നോക്കി, ഹംസബാഖിയുടെ മുഖത്ത് നോക്കി, അന്ന് എണ്ണി ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലും മിണ്ടാൻ അന്ന് മുതൽ ഇന്ന് വരെയും അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി എന്താണ് ഈ ആയത്ത്? സൂറത്ത് അൻആമിലെ 128-ാമത്തെ വചനമാണ്. നാളെ പരലോകത്ത് അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് ആയത്തിൽ പറയുന്നത്. വയൗമ യഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. യാ മഅ്ശറൽ ജിന്നി
ഇൻസി, ജിന്നുകളോട് അല്ലാഹു തആല ചോദിക്കും, ധാരാളം മനുഷ്യന്മാരെ നിങ്ങൾ വഴികേടിലാക്കിയല്ലോ എന്നുള്ള ചോദിക്കും. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, അപ്പോൾ ആ ജിന്നുകളെ വലിയുകളായി സ്വീകരിച്ച, ജിന്നുകളെ മിത്രങ്ങളായി സ്വീകരിച്ച ഇൻസുകൾ അവര് പറയും, റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി. മനുഷ്യർ ജിന്നുകളുമായും ജിന്നുകൾ മനുഷ്യന്മാരുമായും ഇസ്തിംതാഇ നടത്തി, പരസ്പരം അനുഭവിച്ചു, പരസ്പരം ഉപയോഗപ്പെടുത്തി. വബലഗ്നാ അജ്ലൻ അജ്ജൽതലനാ, നീ ഞങ്ങൾ നിശ്ചയിച്ച അവധി അത് ഞങ്ങൾ എത്തുകയും ചെയ്തു. ഖാലന്നാറു മസ്വാകും, അല്ലാഹു തആല പറയും, നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണ്. ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചത് ഒഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അഗാധജ്ഞാനിയാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, യുക്തിവാനുമാണ് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നു. ഇതാണ് വചനം. ഈ ആയത്ത് പരലോകത്ത് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന രംഗമാണ് പരാമർശിക്കുന്നത്. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ജിന്നുകളോട് ചോദിക്കുന്നു, ഒരുപാട് മനുഷ്യന്മാരെ പഴപ്പിച്ചല്ലോ, ആ വഴികേട് നിമിത്തമായ മനുഷ്യന്മാർ സമ്മതിക്കുന്നു. എന്നിട്ട് പറയുന്നു, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു റബ്ബേ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നിന്റെ മുമ്പിലെത്തി, പരലോകത്തെത്തി, തെറ്റ് ബോധ്യപ്പെട്ടു. പക്ഷെ അല്ലാഹ് പറയുന്നു, നിങ്ങളുടെ സങ്കേതം നരകമാണ്, ശാശ്വതമാണ് നരകത്തിൽ. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒഴികെ. ഈ ആയത്തിൽ രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന് ഇസ്തിംതാഇ എന്ന പ്രയോഗം, ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുക. ഇപ്പം കേന്ദ്രം എന്താണ്? അവിടെ ഇങ്ങോട്ട് ഭൗതികമാണ്, ഇവിടെ അങ്ങോട്ട് ഭൗതികമാണെന്നാണ്. ഈ പ്രയോഗം തന്നെ അത് പൊളിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ഭൗതികമാണെങ്കിൽ പിന്നെ അഭൗതികമായ ഉപകാരം ഉണ്ടാകും എന്നാണോ അവരെ വാദം? രണ്ട്, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. നരകത്തിലാണ് നിങ്ങൾ, ശാശ്വതരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇസ്തിംതാഇ, എന്താണ് ഇസ്തിംതാഇ? ഇത് വ്യത്യസ്തമായ രീതിയിൽ ഈ ഇസ്തിംതാഇനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി അവിടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഏതെല്ലാം രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട് എന്ന് ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ, അതേപോലെ ഷൗക്കാനി തഫ്സീറുൽ മനാറിൽ, റഷീദുൽ അടക്കമുള്ള, അതേപോലെ ഇബ്നുൽ ജൗസി അടക്കമുള്ള ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇസ്തിംതാഇന്റെ വ്യത്യസ്തമായ തലങ്ങളെ വിശദീകരിച്ചത് കാണാൻ കഴിയും. തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് കോഴിച്ച സംഭവത്തിൽ ഞാൻ വായിച്ച ഭാഗം അതാണ്. ഇസ്തിംതാഇ പലതുണ്ട്, പലതരം ഇസ്തിംതാ ഉണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വായിച്ചത്. അല്ലാതെ വസിയത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചനും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞാനത് പറഞ്ഞിട്ടില്ല, അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇസ്തിംതാഇകൾ പലതുമുണ്ട്. അത് ഹറാമായതുണ്ട്, ഷിർക്കായതുണ്ട്, കുഫറായതുണ്ട്, ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്, വസീലയായതുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഇസ്തിംതാഉകൾ ജിന്നും ഇൻസും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് വിശദമാക്കിയ ഭാഗം കോഴിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വായിച്ചു എന്ന് നമ്മൾ പറയുക, എന്താ അവിടെ വായിച്ചത്? ഖുർത്തുബി എന്തുണ്ടെന്നാ പറഞ്ഞത് അത് കേൾക്കൂല. നേരെ മറിച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, അത് ക്ലിപ്പാക്കി അവിടെ മുറിക്കുക. ഖുറാഫികൾ പോലും ചെയ്യാത്ത പണി. എന്നിട്ട് ഇതാ വസീയത്തു ശിർക്കിന് ഖുർത്തുബി എവിടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ മുറിക്കുക. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അത് ഉടനെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞു അതാണ് വായിക്കുന്നുണ്ട്, അതാണ് മുറിക്കുക. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, അതിന് മുറിച്ചിട്ട് കണ്ടോ ഇബ്നു അബ്ബാസിയുടെ വസീയത്തു ശിർക്ക് പറഞ്ഞു, അവ ഇബ്നു അബ്ബാസിനെ പേര് കളവ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക. ഇമാം ഖുർത്തുബി കൊടുത്ത ഭാഗം എല്ലാം സ്ക്രീനിൽ കാണാൻ പോലൊന്നും വായിക്കുന്നില്ല. വ്യത്യസ്തമായ തഫ്സീറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഫത്ഹുൽ ഖദീറിൽ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിന് ശരിയായ വ്യാഖ്യാനം ഏതാണ്, അല്ലാത്ത ഏതാണ് തുടങ്ങിയ ചർച്ചകളെല്ലാം അവിടെ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. ഇസ്തിംതാഇന് വ്യത്യസ്തമായ വകഭേദങ്ങളെ. എന്നിട്ട് അതൊക്കെ വിശദീകരിച്ചു. മാത്രമല്ല ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിന്
10 തവണയാണ് ഈ ആയത്ത് കൊണ്ടുവന്നത്. KNM പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ എഴുതിയ ലേഖന പരമ്പര, ഉമർ മൗലവി അംഗീകരിച്ച, NV അബ്ദുസ്സലാം മൗലവി അംഗീകരിച്ച 1992 പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിന് സ്പെഷ്യൽ പതിപ്പായി അത് പുറത്തിറക്കി അന്ന് സമ്മേളനത്തിൽ മൊത്തം വിതരണം ചെയ്ത ആ ലേഖനങ്ങളിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് 10 സ്ഥലത്താണ് ഈ ആയത്ത് കൊടുത്തത്. വ്യത്യസ്തമായ ഇസ്തിംതാഉകളെ അദ്ദേഹം വിശദീകരിച്ചു. മാത്രവുമല്ല, അവസാനം അബ്ദുറഹ്മാൻ സലഫി അടക്കം പത്തപ്രിയത്വമല്ലാതെയും അദ്ദേഹം സംബന്ധിച്ച കാര്യമാണല്ലോ ഇസ്തിംതാഴ് പലവിധമുണ്ട് എന്നുള്ളത് പറയട്ടെ അവർ തന്നെ. ഇസ്തിംതാഴിൽ ഇസ്തിയാനത്ത് പെടുമോ? ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ്, തർക്കമില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഇസ്തിംതാഴിൽ ഇസ്തിയാനത്ത് പെടും, ഇസ്തിയാനത്തല്ലാത്തതും പെടും. ഇപ്പൊ സമ്മതിച്ചോ എന്ന് അപ്പൊ കണ്ടോ, അവിടെ പത്തപ്രിയൻ സംവാദത്തിൽ വന്നപ്പോ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ടുവന്നൊരു റൂട്ടുണ്ടായിരുന്നു. അത് ഒരു ചോദ്യമായിരുന്നു, ഇസ്തിംതാഴിൽ ഇസ്തിആനത്ത് പെടുമോ? ജിന്നും മനുഷ്യൻ നമ്മൾ ഇസ്തിംതാഴ് ഉപകാരമെടുക്കൽ എന്ന് പറഞ്ഞതിൽ ഇസ്തിആനത്ത് ഇസ്തിംതാഴിൽ പെടുമോ? അദ്ദേഹം പെടും. അതിപ്പോൾ സമ്മതിച്ചു എന്നും പറയണ്ട, അത് പെടുന്നതാണ്. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇസ്തിംതാഴ് പലവിധമുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, എന്നാൽ നിങ്ങൾ പറയുന്നു ജിന്ന് അഭൗതികമാണ് എന്ന്. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെ ഇസ്തിംതാഴ് ഉണ്ടാകാൻ പറ്റുന്നല്ലോ? അഭൗതികമായ ജിന്നിനോട് ഒരു ഇസ്തിംതാഴ് ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി? അഭൗതികമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നായില്ലേ? ആ ചോദ്യം കേൾക്കാൻ നമുക്ക് അവിടെ ചോദിച്ചത്. മൂന്നാമത്തെ മറുപടി എവിടെ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാഴ് ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാഴ് ഉണ്ടായി? അതങ്ങൾ പറയേണ്ടത്. ഇതായിരുന്നു ചോദ്യം. അത് ഉത്തരം പറഞ്ഞില്ല. ആ ചോദ്യം അദ്ദേഹം കേട്ടതേയില്ല. ആ ചോദ്യം കേൾക്കാത്ത പോലെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം അവിടെ ആ സംവാദത്തിലും എൻ്റെ പേരിൽ അവർ ഉന്നയിക്കുന്ന ഈ ആരോപണത്തെ, ഈ വ്യാജത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയത്ത് നമ്മൾ പറഞ്ഞതാണ്, ഇസ്തിംതാഴിൽ പലവിധമുണ്ട്. അതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്, ഈ ആയത്തിൽ നിന്ന് ഇബ്നു അബ്ബാസിന്റെ പേരിലും ഖുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിലും അതിന് മുമ്പും ശേഷവുമൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞെന്താണ്? ഈ ആയത്തിൽ പറഞ്ഞൊരു പ്രയോഗം, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷമല്ല പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം? അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു. ഒന്ന്, പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ. അപ്പം നരകത്തിൽ ആണെങ്കിലും നരകത്തെ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അല്ല, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നെന്താ? ഇബ്നു അബ്ബാസ് പറഞ്ഞെന്താ? ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ ഇസ്തിംതാഴ് നടത്തി പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ ശാശ്വതരാണ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ, ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ശിർക്ക് ചെയ്തോ നരകത്തിൽ തന്നെയല്ലേ, ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ്, ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത്? അത് തഫ്സീറൊക്കെ ചർച്ചകൾ കാണാം. അവിടെ ഇമാം ഖുർത്തുബിയൊക്കെ കൊടുത്ത തഫ്സീറാണ് നമ്മൾ കോഴിച്ചേരി വായിച്ചത്. അവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ പിന്നെ ഇസ്തിസ്നാ, ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ്? അത് അഹ്ലു തൗഹീദ്, അഹ്ലുൽ ഈമാൻ, അതേപോലെ അഹ്ലുൽ ഈമാൻ മിനൽ ഉസാത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളായ ആളുകൾ, തൗഹീദുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത്. അപ്പം ഈ ഇസ്തിംതാഴ് നടത്തി
നാളെ പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല, അവർ നരകത്ത് ശാശ്വതരല്ല എന്ന് പറഞ്ഞത് ആരെയാണ്? തൗഹീദുള്ളവരെയാണ്. അപ്പൊ ഈ ഇസ്തിംതാഴ് കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. ഈ ഇസ്തിംതാഴ് കൊണ്ട് ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അതല്ലേ അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ളവരിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ ഖുർആൻ തഫ്സീറുകളിൽ കാണാം. ഇത് രണ്ടുമാണ് ആ സംവാദം ഉന്നയിച്ചത്. അല്ലാതെ വസിയത്തു ശിർക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്കാണെന്ന് ഖുർത്തുബിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയണമെന്നാണ് ഒരു ആഗ്രഹം. അത് കാണാത്ത കാലത്തോളം പറയാൻ പറ്റുന്നല്ലോ. എന്നിട്ട് അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. പറയാത്ത സംഗതി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് പിന്നെ കൊണ്ടെടുക്കുക, ഇത് എവിടുന്ന് കിട്ടി, ദുർവ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞെടുക്കുക. ഈ ഒരു വിമർശനം സ്ഥാപിക്കാൻ വേണ്ടി 3 കളവുകളാണ് അവർ പറഞ്ഞത്. 3 കളവ്. ഒന്ന്, ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദീന ഒന്ന് പറഞ്ഞത്. ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദി. അതിനുവേണ്ടി സംവാദം നടത്തി. വിചിന്തനത്തിൽ ലേഖനം വന്നു. എന്നെ പറഞ്ഞു, നേരത്തെ മാലിക് സൈഫി വായിച്ചല്ലോ. ഇവിടെ വിചിന്തനത്തിൽ ലേഖനം എഴുതി ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദിയതാണ്. അത് ശുദ്ധമായ കളവാണ്. രണ്ടാമത്, വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു തന്നു, അതും കളവാണ്. ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് മാ എന്നതിന് മൻ എന്നർത്ഥം വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കോഴിച്ച സമ്പാദം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. മൂന്നാമത്, വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബി ഇമാം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് 3ാമത്തെ കളവ്. അതും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഈ മൻ എന്ന അർത്ഥം കൊടുക്കുകയും ആരെയാണ് ഒഴിവാക്കി പറഞ്ഞത് എന്ന് അവിടെ മുവഹിദീങ്ങളെ, തൗഹീദുള്ളവരെ, ഈമാനുള്ളവരെ എന്ന ആശയം ഇമാം ഖുർത്തുബി കൊടുക്കുകയും ചെയ്തു. അതവിടെ പറഞ്ഞത്. അല്ലാതെ വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിലുണ്ട് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഈ 3 കളവുകൾ എൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ട് വേണം അവർക്കിത് പ്രചരിപ്പിക്കാൻ. അതല്ലാതെ ഒരിക്കലും ഉള്ളത് പോലെ പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ ആ പറഞ്ഞ കിതാബിലില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി മാത്രവുമല്ല, ഇതിനു വേണ്ടിയാണ് 10 പേൻ സംവാദം നടത്തിയത്. ആ 10 പേൻ സംവാദത്തിലും അബ്ദുറഹ്മാൻ സലഫി ഇതേ കളവ് അവിടെ നിന്നും പറയാൻ ശ്രമിച്ചു. നിങ്ങളന്ന് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, ഇബ്നു അബ്ബാസിനെ പേര് കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, എവിടെ സലഫി ഞാൻ ആ പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ ആ ക്ലിപ്പൊന്ന്. ഒരിക്കലും വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് കോളിച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് മറ്റൊരു കളവ് എന്റെ പേര് ഇപ്പോഴും ആവർത്തിച്ചു. ശരി ആയില്ല സലഫി. അതേപോലെ ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞു എന്ന് കോളിച്ച സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്നത് ശുദ്ധ കളവാണ്. അതും ഒരു ആരോപണമാണ്. ഒരുപാട് ആരോപണങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആരോപണമാണ് അതും. അതുകൊണ്ട് നിങ്ങൾ അതാണ് സ്ഥാപിക്കേണ്ടത്. കണ്ടോ, വ്യക്തമായി 10 പേം സംവാദത്തിൽ സലഫിയുടെ മൂത്ത് നോക്കി പറഞ്ഞാൽ ഇത് കളവാണ്, ഞാൻ പറയാത്ത എൻ്റെ പേര് നിങ്ങൾ വെച്ച് കെട്ടുകയാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഹനീഫയും അനസും അത് സാക്ഷിയാണ്, അവരുണ്ടല്ലോ അവിടെ. എന്നിട്ടും പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴും പറയുന്നു ഈ കളവെൻ്റെ പേരിൽ. കഴിഞ്ഞില്ല, വീണ്ടും കേൾക്കാൻ നമുക്ക്. ഇസ്തിൻതാഴ് പലവിധമുണ്ട്. ഈ ആയത്ത് മതി. ഏതാ? വസിയത്തു ശിർക്കാണ് എന്നല്ല, പിന്നെയോ ശിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട്. ഇപ്പോഴും കൂട്ടിമോട്ടാണ് ശ്രമം. എഴുത്ത് കുത്തുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതി, ഞങ്ങളത് പിടികൂടി, അവസാനം ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് മാത്രം എഴുതി. ഇപ്പോഴെന്താ? ശിർക്കായതിന് 2 ആയത്ത്, വസീലയായതിന് 1 ആയത്ത്. ഞാൻ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു? ശിർക്കായതിന് 3 ആയത്ത് എന്നാ പറഞ്ഞു. ശിർക്കായതിന് 3 ആയത്ത്. ശിർക്ക് മാത്രമായത് 2 ആയത്ത് ഓതി. ശിർക്ക് മാത്രമായത് 2 ആയത്ത്. ഫാത്തിർ ആയത്ത് 1, അഹ്കാഫിൽ ആയത്ത് 2. ആ 2 ആയത്ത് ശിർക്കായത് മാത്രം. ഈ ആയത്തിൽ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടാ കോഴിച്ച ഞാനിത് ഓതിയത്. കോഴിച്ച ഇത് ഓതിയതാ ഞാനിത് പറഞ്ഞിട്ടാ. ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു മൊത്തം ശിർക്കിന് 3 ആയത്ത്. ഏതാ 3 ആയത്ത്? ഫാത്തിർ ആയത്ത്, അഹ്കാഫിൽ ആയത്ത്, അൻആമിലെ 108ാമത്തെ ആയത്തും. ഈ 3 ആയത്തും ശിർക്കായതിന്. ഈ 3ാമത്തെ ആയത്തിൽ വസീലയായതും പെടുന്നു. അതുകൊണ്ട് അതിനും ആ ആയത്ത് തെളിവാണ്. അങ്ങനെ മൊത്തം 4 ആയത്ത് എന്നാ കോഴിച്ചന പറഞ്ഞത്.
അത് നിങ്ങൾ അട്ടിമറിച്ചിട്ട് എന്താക്കി? ശിർക്ക് 2 ആയത്ത്, വസിയത്തു ശിർക്ക് 1 ആയത്ത്, അത് ദുർവ്യാഖ്യാനമാണ്. അല്ല സലഫി, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പക്ഷെ ആ CD കേട്ടിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇതാണ്. മൊത്തം ഞാൻ 4 ആയത്ത് ഓതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. 2 ആയത്ത് ശിർക്ക് മാത്രം. ഈ ആയത്തില് ശിർക്കായതും പെടുന്നു, ശിർക്കിലേക്ക് വഴിവെക്കുന്നതും പെടുന്നു. അപ്പോൾ അതടക്കം ശിർക്കിന് 3 ആയത്തായി. ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഈ ആയത്തിൽ പ്രതിപാദ്യമാണ്. അതുകൊണ്ട് അതും അത് തെളിവാണ്. അതുകൊണ്ടാ പന്നിപ്പാറയിൽ ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതിയത്. പന്നിപ്പാറയിൽ ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതി. അതേപോലെ കോഴിച്ചനയിലും ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതി. ജിന്നോളെ ഇസ്തിആനത്ത് ശിർക്കാകുന്നപ്പോൾ അല്ലാത്തപ്പോൾ കൃത്യമായി മുജാഹിദുകൾക്കറിയാം. അതുകൊണ്ടാണ് അത്ര ബോധപൂർവം തന്നെ ഞങ്ങൾ അവിടെ പ്രസംഗിച്ചത്. അപ്പൊ കണ്ടു, വ്യക്തമായി പറഞ്ഞെടുത്തു. എന്തിനാ ആയത്തോതിയത്? ശിർക്കല്ല എന്ന് പറയാനല്ല. ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് ഇസ്തിംതാഅ്. ഇസ്തിംതാഅ് പലവിധമുണ്ടോ ചോദിച്ചാൽ അതിനു വേണ്ടിയാണ്. ഇസ്തിംതാഅ് ഇസ്തിആനത്ത് പെടുമോ ചോദിച്ചാൽ അതിനു വേണ്ടിയാണ്. ആ ഇസ്തിംതാഅ് ശിർക്കായ ഇസ്തിംതാഅ് ഉണ്ട്, ശിർക്കല്ലാത്ത ഇസ്തിംതാഅ് ഉണ്ട്. എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ്. എന്നിട്ടാണ് വിജയനത്തെ എഴുതിയത് ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്നതിന് ആയത്തോതീൻ. അന്ന് മുഖത്ത് നോക്കി ചോദിച്ചു, ഈ വിചിന്തനം ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചോരോ മിണ്ടിയില്ല. അപ്പൊ കോഴിച്ച സംഭവത്തിൽ ആയത്തോതിന് ശിർക്കല്ല പറയാനല്ല, രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് പഠിപ്പിക്കാനാ. നീ കോഴിച്ചിനെ പറഞ്ഞു കേട്ടോളി. ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ. എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും, ഇതാ കുർത്തുബി ഞാൻ തരാം, കുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം കുർത്തുബി ഇല്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ, സിനയുമായി ബന്ധപ്പെട്ട്, ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതാഇന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? ഈ മദ്യപാനം ശിർക്കാണോ? ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? കുർത്തുബി തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ കുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. അല്ലെങ്കിൽ സാലിസ് പറഞ്ഞ പോലെ എന്ത് കുർത്തുബി തോട്ടുകറിഞ്ഞാള് എന്ന് പറയൂ. അപ്പൊ എന്റെ മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം. കണ്ടോ, കോഴിച്ച സംഭവത്തിലും പറഞ്ഞു, എന്താണോ കുർത്തുബി ഞാൻ വായിച്ചത് ഇതിലുണ്ട്, കാണിച്ചു തരാം. കുർത്തുബി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിയില്ല. അവർക്കറിയാന്ന് വാങ്ങാൻ പറ്റില്ല. എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് വസീദ് ശിർക്ക് കുർത്തുബിയിലില്ല. കഴിഞ്ഞ ദിവസം കണ്ടു അനസ് മൗലവി, ഞാൻ 12 തഫ്സീർ ഇന്ന് വായിച്ചിട്ടാണ് വന്നത് എന്നാ. നിങ്ങൾ 12 102 വായിച്ചാലും എൻ്റെ പേര് പറഞ്ഞ ഉണയി കാണൂലല്ലോ. ഏത് തഫ്സീർ വായിച്ചാലും എൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ നുണ കാണൂല. പക്ഷേ കുർത്തുബിയിൽ എന്തുണ്ട് എന്നാണോ കോഴിച്ചയിൽ പറഞ്ഞത്, അതിന് 12 നോക്കണ്ട, കുർത്തുബി മാത്രം നോക്കിയാൽ മതി, അവിടെ കാണും ചെയ്യും. സഹോദരങ്ങളെ, ഇങ്ങനെ ഇല്ലാത്ത കളവ് എൻ്റെ പേരിൽ ആക്ഷേപിക്കുകയാണ്. ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, എന്താണോ ഉണ്ടെന്ന് പറഞ്ഞത് അത് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ കളവുകളാണ് എൻ്റെ പേര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴിങ്ങനെ ആവർത്തിക്കാന്നല്ലാതെ തെളിയിക്കാൻ കഴിയട്ടില്ല. അപ്പം ഞാൻ പറയാത്തത് പറഞ്ഞൊന്ന് വെട്ടി തീർക്കുക, എന്നിട്ട് ദുർവ്യാഖ്യാനാണ് പറയുക, അത് കിതാബിൽ കാണിച്ചു തരുമെന്ന് പറയുക. പറയാത്തത് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുക? എന്താണോ ഉണ്ടെന്ന് പറഞ്ഞത് അത് ആർക്ക് മറിച്ച് നോക്കിയാലും കിട്ടുന്ന കാര്യവുമാണ്. ഇനി ഈ ആയത്തിനെ ഇസ്തിആനത്തുൽ ജിന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്തിആനത്തിന് പലവിധമുണ്ട് എന്ന് തെളിവാക്കിയത് വിസ്തക്കാർ മാത്രമാണോ? ഞാൻ മറ്റു വിഷയമുള്ളത്. ഈ ആയത്ത് ഇസ്തിംതാഅൊക്കെ പഴുതുണ്ട്, അത് ശരിയാണ്. മദ്യപാനവും ബീഡി വലിച്ചലും വരെ ഇസ്തിംതാഅൊക്കെ പിന്നെ പറഞ്ഞു. പത്തപ്പനെയും സംഭവത്തിൽ പറഞ്ഞു. പിന്നെ പറയുമ്പോൾ ഹംസവാക്കെ അപ്പുറത്ത് പോയി വീട് വയ്ക്കുന്നു. ഏതായിരുന്നാലും ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇസ്തിആനത്തുൽ ജിന്നിൽ തന്നെ ശിർക്കായാലും അല്ലാത്തതുമുണ്ട് എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ലേ? ഞാൻ കണ്ടുപിടിച്ചതാണോ? ഞാൻ മാത്രം പറഞ്ഞാണോ? അല്ലെങ്കിൽ വിസ്തക്കാർ മാത്രം പറഞ്ഞാണോ? ഒരിക്കലുമല്ല. ചില പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള സംസാരം കേൾക്കാം. സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അദ്ദേഹത്തോട് ചോദ്യം വരികയും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. يقول فضيلة الشيخ وفقكم الله: هل يجوز استخدام الجن في غير السحر كإرسالهم إلى بعض الأشخاص من غير عبادة لهم؟ وهل يجوز أن نستخدمهم في أعمال الخير؟ لا، ما يجوز استخدام الأموات ولا الغائبين. ما يجوز استخدام الغائبين أبدا. إنما تستخدم إنسانا حاضرا قادرا تطلب منه شيئا أن يحضره أو أن يعينك
أما بالغائب لا يجوز هذا، لأن هذا وسيلة إلى الشرك. وهذا يدخل في قوله تعالى: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض. هذا استمتاع، الاستعانة بهم استمتاع. ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله. ചോദ്യമാണ് ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി, ജിന്നുകളെ ഉപയോഗിക്കൽ അനുവദനീയമാകുമോ? ഇബാദത്തൊന്നും ചെയ്യുന്നില്ല, ആരാധിക്കുന്നില്ല, അതൊന്നും ഇല്ലാതെ ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ അനുവദനീയമാകുമോ? അവിടെ മറുപടി ഇല്ല, പറ്റൂല. കാരണം എന്താ? ലഅന്നഹു വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹിയ ദാഖിലത്തുൻ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ 128 ആയത്തിൽ പറഞ്ഞ ഈ ആയത്തിന്റെ ആശയത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആയത്താണ് കൊടുത്തത്. ഈ ആയത്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇത് വസിയത്തു ശിർക്കാണ്. അതിനപ്പോൾ പുതിയ കണ്ടുപിടുത്തം എന്താ? അതിന് മേലെ അൽ അംവാത്ത് എന്നുണ്ടല്ലോ, അത് വലിയ മുക്കീനാണ്. എന്താ നമ്മൾ മുക്കിയാണില്ലാതായി പോകും. അത് ഇവിടെ സാധനം എല്ലാവരും കിട്ടണല്ലേ, എല്ലാവരും കിട്ടുന്നതല്ലേ. അപ്പോൾ അവിടെ മേലെ എന്ത് പറയുന്നത്? അംവാത്ത് പറ്റൂല. ലാ യജൂസു ഇസ്തിഖ്ദാമുൽ അംവാത്തി വൽ ഗായിബ്, മരിച്ചവരെയോ ഗായിബായവരെയോ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മരിച്ചവരോടും തേടിയാൽ വസിയത്തു ശിർക്കേ ഉള്ളൂ നിങ്ങൾ പറയുമോ എന്നാ അപ്പം പുതിയ കണ്ടുപിടുത്തം. വേണ്ട, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അംബാത്ത് മേലുണ്ട്, ശരിയാ. അപ്പം അംബാത്തിനോട് ഇസ്തിംദാഉണ്ടോ? അംബാത്തിന് ഇസ്തിംദാഉണ്ടോ? അതാണ് ശേഷം പറഞ്ഞത്. അപ്പം ഇസ്തിംദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുത്തു. അപ്പം മരിച്ചുപോയ മനുഷ്യന്മാരോട് ഉപകാരം എടുക്കുക നടക്കുന്നതാണോ ഇപ്പം കേന്ദ്രമിൻ്റെ വാദം? എന്നാ പിന്നെ പൂർണ്ണമായും സമസ്തിക്കെത്തിങ്ങൾ. സഹോദരന്മാരൊരു വിഷയം പറയുമ്പോൾ തൗഹീദിൻ്റെ എല്ലാ വശവും പറഞ്ഞു കൊടുക്കും. അല്ലാഹു അല്ലാത്തുള്ള ഇസ്തിആനത്ത് ചോദിക്കുമ്പോൾ ഈ വിവരമുള്ള മനുഷ്യന്മാർക്ക് ഉടനെ പറയും ഒന്നും പാടില്ല, ഏതും പാടില്ല. അംബാത്ത് കൂടെ പറഞ്ഞെന്തിനാ? ഇവിടെ അംബാത്തിനോടാണ്, മരിച്ചവരോടാണ് ഏറ്റവും അധികം പറയും ഇസ്തിആന നടക്കുന്നത്. അത് ഉടനെ പറയും. അതിന് കൂടെ ഗായിബും പറഞ്ഞു. എന്നിട്ട് പിന്നെ ജിന്നിൻ്റെ വിഷയം പിന്നെ പറഞ്ഞു. അവിടെ അംബാത്തില്ല. ജിന്നിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അംബാത്തില്ല, അത് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ? അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. അത് ഈ ആയത്തിൽ പെടുന്നതാണ്. ഏതായത്ത്? അൻആം 128. അപ്പോൾ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനും ദുർവ്യാഖ്യാനിച്ചത് പറയുമോ? ഇനി മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിപ്പുള്ള മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹത്തോട് ഈ വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ടായിട്ടുണ്ട്, യാഴിബാദ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട്, 2 വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചോദ്യം വരികയും അദ്ദേഹം കൊടുത്ത മറുപടിയും കൃത്യമായി നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഏതാണ്ട് 10 മിനിറ്റോളമുള്ള ഒരു ഭാഗം, അതിൽ പ്രസക്തമായ ഭാഗം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. يقول: صارت الفتنة بين العوام في بلدنا عن الحديث يا عباد الله أغيثوني، وانقسموا إلى حزبين بسبب هذا الحديث. يا عباد الله ഹദീസ് വലിയ ഫിത്നയായി സാധാരണക്കാർക്ക് മാറിയിട്ടുണ്ട്. അവ 2 വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു. പറയട്ടെ. إلى حزبين بسبب هذا الحديث، علما بأنه بدأ المناقشة عن هذا الحديث في وقت المجادلة مع القبوريين، وكلا الحزبين കുബൂരികളുമായി തർക്കിക്കുമ്പോഴാണ് ഈ ഹദീസ് ചർച്ചയ്ക്ക് വന്നത് എന്നറിയാം. എന്നാലും അതിന്റെ പേരിൽ ഇന്ന് വിവാദമായി 2 വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു. يقولان إن هذا الحديث ضعيف، 2 വിഭാഗം പറയുന്നു ഹദീസ് ളഈഫാണ് എന്ന്. وإن الاستعانة بالجن أو الملائكة فيما لا يقدران عليهما لا يجوز. ജിന്നാവട്ടെ മലക്കാവട്ടെ അവർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ, കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കൽ പാടില്ല, ജായിസ് അല്ല എന്ന് 2 കൂട്ടരും സമ്മതിക്കുന്നുമുണ്ട്. لكن الطائفة الأولى يقولون إذا يستعان بالجن أو الملك فيما يقدران عليهما. എന്നാൽ ഒരു ഭാഗം പറയുന്നു ജിന്നുകൾക്കും മലക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പോലും സഹായം ചോദിക്കാൻ പാടില്ല. هذا شرك أكبر، അത് വലിയ ശിർക്കാണെന്നാണ് അവരുടെ വാദം. إن عملوا بهذا الحديث أشركوا بالله. والطائفة الثانية يقولون إنها حرام ووسيلة إلى الشرك ليست شركا أكبر، لأن ഒരു ഭാഗം പറയുന്നു ഇത് ശിർക്കാണ്,
ഇത് ഏതെങ്കിലും ഇമാമികൾ പണ്ട് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിർക്ക് ചെയ്തവരാണ് എന്നൊരു വിഭാഗം പറയുന്നു. മറുവിഭാഗം പറയുന്നു ഇത് ശിർക്കല്ല, ഇത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് മറുവിഭാഗം പറയുന്നു. إن من العلماء الذين عملوا بهذا الحديث مثل الإمام أحمد وغيره لم يقعوا في الشرك ونحن أيضا نعتقد بأن الاستعانة بالجن لا تجوز. അതെ, രണ്ടാമത്തെ വിഭാഗത്തിന്റെ വാദം നമ്മുടെയും അഭിപ്രായം ഇത് ജായിസ് അല്ല, ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ അമൽ ചെയ്ത ഇമാം അഹ്മദിനെ പോലുള്ള ആളുകളൊന്നും ശിർക്ക് ചെയ്തവരല്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് രണ്ടാമത്തെ ഭാഗവും പറയുന്നു. شيخنا أحسن الله إليكم، هل الاستعانة بالجن فيما يقدر عليه شرك أكبر أم محرم فقط؟ അതെ, എന്നൊരു ചോദ്യം എന്താണ്? അപ്പൊ ഷിർക്കിന്റെ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നത് ഇസ്ലാമിന് പുറത്തു പോകുന്ന വലിയ ഷിർക്കാണോ? അതിന് ഒരു മറുപടി നൽകണം എന്നാണ് ഈ സന്ദർഭം ശൈഖിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യമായി ചെല്ലുന്നത്. ഈ ശൈഖിന്റെ മറുപടി: نحن نقول أولا هذا الحديث ضعيف، ثانيا لا يدل على الاستعانة بالأموات أو بالغائبين أو بالأحياء فيما لا يقدرون عليه. അതെ, ഒന്ന് ഹദീസ് ളഈഫാണ്, രണ്ട് മരിച്ചവരോട് തേടാൻ ഈ ഹദീസ് തെളിവല്ല, മൂന്ന് ഗായിബിനോട് തേടാനും ഈ ഹദീസ് തെളിവല്ല. هنا هو من باب الاستعانة بالملائكة فيما يقدرون عليه، وهذا لا يخالف القواعد العامة، لأن تقدم معنا يا إخوة أن الاستعانة بالحي القادر فيما يقدر عليه جائزة. ومع ذلك نحن نقول إن الاستعانة بما لا يرى لا تجوز، لأنها ذريعة إلى الوقوع فيما حرم الله، بل إلى الوقوع في الشرك الأكبر. نحن نقول لا يجوز حتى على القول بأنها المقصود، يعني أنه ينادي الملائكة أو ينادي الجن، نقول إن هذا لا يجوز سدا للذرائع. അതെ, ഇത് ഒരിക്കലും ജായിസ് അല്ല, അനുവദനീയമല്ല. ഷിർക്കിലേക്കുള്ള മാർഗമാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അതുകൊണ്ട് ഇത് അനുവദനീയമല്ല എന്ന് നമ്മൾ പറയുന്നു. എത്ര വ്യക്തമാണ്! എന്താണോ നമ്മൾ വിശദീകരിക്കുന്നത്, ഇത്രയും കാലം വിശദീകരിച്ചത് അത് തന്നെയാണ്. ഇന്ന് ഈ വിഷയങ്ങൾ, വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം നൽകിയ മറുപടി ബാക്കി സംഗതി യൂട്യൂബിൽ കിട്ടും. അപ്പോൾ സഹോദരങ്ങളെ, ഇത് നമ്മളാരെയും കണ്ടുപിടിച്ചൊരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല. എന്നിട്ട് അവിടെ ഈ ആയത്ത് കൂടിയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. അപ്പം നമ്മളാരും ഈ ആയത്തൊന്ന് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് ഇത് വസീതു ഷിർക്കാന്ന് പറയാൻ വേണ്ടി തെളിവാക്കി കൊണ്ടുവന്നൊന്നുമല്ല. രണ്ടു തരത്തിനെയും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ്. ഷിർക്കായതും ഷിർക്കിലേക്ക് വഴിവെക്കുന്നതും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് എന്നതാണ് നമ്മളതിൽ പറഞ്ഞത്. അതേപോലെ ആലു ഷെയ്ഖിൻ്റെ അത്തംഹീദ്, കിതാബ് തൗഹീദിന് സലഹായ അത്തംഹീദിൽ ആലു ഷെയ്ഖ് റഹിമഹുല്ല ഹഫിദഹുല്ല ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഷിർക്കായതുണ്ട്, വസീലയായതുണ്ട്. പത്തപ്പരിയൻ സംവാദത്തിന് അബ്ദുറഹ്മാൻ സലഫിയോട് ഇത് വായിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പറയുമോ? ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പറയുമോ? ആലു ഷെയ്ഖ് ജൂനിയർ കാന്തപുരമാണെന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചു. എന്താ അബ്ദുറഹ്മാൻ സലഫിന്റെ മറുപടി കേൾക്കാം നമുക്ക്. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ഷെയ്ഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർക്കാണ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ആലു ഷെയ്ഖ് പറഞ്ഞെന്താ? കാഫിർ ജിന്നോട് തേടിയ ഷിർക്ക്, മുസ്ലിം ജിന്നോട് വസീലത്തു ഷിർക്ക്. ഇതാണ് ആലു ഷെയ്ഖ് പറഞ്ഞത്. അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. പത്തപ്രിയൻ സംഭവത്തിൽ അബ്ദുറഹ്മാൻ സലഫി നേക്കുമ്പോൾ സമ്മതിച്ച സംഗതി അത്. എന്നിട്ടാണ് ഇപ്പോഴും പറഞ്ഞെടുക്കുന്നത് നമ്മൾ ദുർവ്യാഖ്യാനിച്ചോ എന്നുള്ളത്. സഹോദരങ്ങൾ, എന്തിനാണ് ഈ വക ദുരാരോപണങ്ങൾ? മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ലേഖന പരമ്പരകൾ എത്ര സ്ഥലത്താണ് അദ്ദേഹം ഈ ആയത്ത് കൊടുത്തത്. ഇതിന് വ്യത്യസ്തമായ വകഭേദങ്ങളെ, വ്യത്യസ്തമായ ഇസ്തിംതാഴുകളെ, വ്യത്യസ്തമായ ഉപകാരമെടുക്കുന്നതിന്, സഹായം അർത്ഥിക്കുന്നതിന്, സഹായിക്കുന്നതിന് ഏതെല്ലാം രൂപത്തിലാണ് ഉസ്മാൻ സാഹിബ് പറഞ്ഞത്. ആ ഉസ്മാൻ സാഹിബ് തെറ്റിപ്പോയി എന്നായിരുന്നുവോ KNM തീരുമാനം? ഒരിക്കലുമല്ല. അനസ് മൗലവി തന്നെ പറയട്ടെ ഉസ്മാൻ സാഹിബിന്റെ നിലപാടെന്താന്ന്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കഴിഞ്ഞുപോയ ഒരു പ്രസിഡന്റ്
കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കഴിഞ്ഞുപോയ ഒരു പ്രസിഡന്റ്, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം റബ്ബിന്റെ സവിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആരാണ് അദ്ദേഹം? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, നിലമ്പൂരിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, മലപ്പുറത്തിന്റെ രോമാഞ്ചമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ ഡോക്ടർ എന്നൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. ആ ഡോക്ടർ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക ആദർശത്തെ മറന്നില്ല, ഇസ്ലാമിക ആദർശത്തെ കൊഞ്ഞനം കാട്ടിയില്ല. ഒരു ഡോക്ടറായി എനിക്ക് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ വളച്ചുകെട്ടാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തീരുമാനിച്ചില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അദ്ദേഹം ഒരു ലേഖനം എഴുതി. എവിടെ? സൽസബീലിൽ ഒരു ലേഖനം. എന്താണ് ലേഖനം? മറ്റൊന്നുമല്ല, ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ സൽസബീൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ? എന്നാൽ ഖുർആൻ ഈ വിഷയത്തിന് നൽകിയ പ്രാധാന്യം നോക്കുമ്പോ നാം ഇനിയും വളരെയധികം ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോ നമ്മെ തുറച്ചു നോക്കുന്ന മുഴുവൻ ആധുനിക പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും മറ്റും വളർച്ചയും യാഥാസ്ഥികത്വത്തിനും അന്ധവിശ്വാസത്തിനുമെതിരിൽ അഭ്യസ്തവിദ്യരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവവും ജിന്ന്, ശൈത്താൻ മുതലായ വിഷയങ്ങളെ തീരെ നിഷേധിക്കുന്നതിലേക്കും അവഗണിക്കുന്നതിലേക്കും ചില ഉൽപ്പതിഷ്ഠു പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും എത്തിച്ചു. പലരും തീരെ നിഷേധിക്കുന്നവരല്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും എഴുതുന്നതുമെല്ലാം കുറച്ച് പഴഞ്ചനാണെന്ന് ധരിച്ച മട്ടാണ്. നേർമാർഗം ലഭിക്കാനും മുസ്ലിമായി ജീവിക്കാനും പരിപൂർണ ഇസ്ലാമിക വ്യവസ്ഥയും ഹുക്കൂമത്തെ ഇലാഹിയും എല്ലാം സ്ഥാപിക്കാനും ആധുനിക ശാസ്ത്രീയ ചിന്താഗതിക്ക് യോജിക്കാത്ത ജിന്ന്, ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് ഒരു തകരാറും ഇല്ല. മാത്രമല്ല, ചിലപ്പോൾ അവഗണിക്കുന്നത് കൊണ്ട് ഗുണമേയുള്ളൂ എന്നതാണ് ചിലരുടെ നില. അഭ്യസ്തവിദ്യരുടെയും ബുദ്ധിജീവികളെയും വിളറി പിടിപ്പിക്കാതെ ആകർഷിക്കുവാൻ ആ നിലപാടായിരിക്കും സഹായകരം എന്നാണ് ധാരണ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിമർശിക്കുന്നു. ആരെയാണ് വിമർശിക്കുന്നത്? ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വരികയും വൈറ്റ് കോളറുകൾ ചമഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് എന്ന് സ്വന്തം മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്ന ജിന്ന്, ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടിവെക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ. അപ്പൊ കണ്ടോ, വ്യക്തമായി ആ ഉസ്മാൻ സാഹിബ് എഴുതി അംഗീകരിക്കുകയും ഉസ്മാൻ സാഹിബിന്റെ മഹത്വമായി കാണുകയും ആ എഴുതിയത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഉമർ മൗലവി റഹിമഹുല്ല അംഗീകാരം കൊടുത്തതിനെ കൂടി എടുത്തു പരാമർശിച്ചുകൊണ്ട് അനസ് മൗലവി പ്രസംഗിച്ച പ്രസംഗമുണ്ട്, ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടെ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ പറഞ്ഞതല്ലാത്ത ഒന്നും ഈ ആയത്തിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയുകയുമില്ല. അത് ചിലതൊക്കെ അവിടുത്തെ സമ്മതിച്ച് നമ്മൾ കേട്ടു. ആലു ഷെയ്ഖിന്റെ ഉദ്ധരണി വ്യക്തമാണ് ആ വിഷയത്തിൽ. കാഫിർ ജിന്നാണോ ഷിർക്ക്, മുസ്ലിം ജിന്നാണോ വസീദു ഷിർക്ക് എന്ന് ആലു ഷെയ്ഖ് പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ സഫി പറഞ്ഞത് ദുർവ്യാഖ്യാനമല്ല. ഏതായത് വേറെ മറുപടി കിട്ടി. ഇപ്പം അനസ് മൗലവി എന്താണ്? വസീയത്തു ഷിർക്കൊക്കെ ഷിർക്കാണ് എന്നാണ്. അപ്പം എന്താ പിന്നെ അർത്ഥം? കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്ക്, മുസ്ലിം ജിന്നാണോ വസീയത്തു ഷിർക്ക്, വസീയത്തു ഷിർക്ക് പറഞ്ഞാലോ ഒക്കെ ഷിർക്ക് തന്നെ. അപ്പം ആലു ഷെയ്ഖ് പറഞ്ഞ എന്താണ് അർത്ഥമുള്ളത്? ആവട്ടെ, ഏതായിരുന്നാലും ഇവിടെ നമ്മളാരും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. അത് തെളിയിക്കാനാണ് 10 പേർ സംവാദം നടത്തിയത്. തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അബ്ദുറഹ്മാൻ സഫിയുടെ മുഖത്ത് നോക്കിയിട്ട് എണ്ണി പറഞ്ഞു കൊടുത്തു. 1 ഡസനോളം പ്രമാണങ്ങളെ അവർ ദുർവ്യാഖ്യാനിച്ചത്.
ഒന്നും മിണ്ടാൻ പറ്റില്ല. ആ ഭാഗം കൂടി കേൾക്കാം നമുക്കൊന്ന്. യഥാർത്ഥത്തിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ അങ്ങോട്ട് തെളിയിക്കാൻ കഴിയുന്ന എത്രയെത്ര ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയല്ലേ ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്തോതിയിട്ട് പണ്ട് ചേകന്നൂര് പറഞ്ഞ അർത്ഥം, ശേഷം സലാം സലമി പറഞ്ഞ അർത്ഥം അതേപോലെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ക്ലിപ്പ് നമ്മൾ എത്ര പേർ കേട്ടതാ? എന്നാ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടുവോ? എവിടെങ്കിലും കേൾപ്പിച്ചുവോ? ഈ പത്തപ്പിരിയത്തടക്കം ഞങ്ങൾ ആ ക്ലിപ്പുമായി വന്നവരാ. ഫലാ തഖാഫൂഹും എന്ന ആയത്തിന് സലഫി പറഞ്ഞ അർത്ഥം സലാം സലമി വെച്ച ദുർവ്യാഖ്യാനമാണ്. ചേകന്നൂര് പണ്ട് പറഞ്ഞ ദുർവ്യാഖ്യാനമാണ്. അതാണല്ലോ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കേണ്ടി വന്നത്. എവിടെങ്കിലും പറഞ്ഞോ തെറ്റായി പോയി എന്ന്? കൂടെ നടക്കുന്ന കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ആയത്ത് മുറിച്ചിട്ട് പകുതി ഓതിയിട്ടല്ലേ പറഞ്ഞത്? വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ, ഒരാളുകയും സിഹ്ർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് ആയത്ത് മുറിച്ചോതി ഇല്ലാ ബിഇദ്നില്ലാ എന്ന ഭാഗം കട്ടുമുറിച്ചിട്ട് ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് അതേപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഓതിയിട്ട് ഈ സംഘടനയെ അല്ലാഹു ഇറക്കിയതാണ്, ഈ സംഘടനയെ അല്ലാഹു സംരക്ഷിക്കും എന്ന് ദുർവ്യാഖ്യാനിച്ചല്ലേ? പിന്നെ എന്തിനാണാവോ സംരക്ഷിക്കാനുള്ള ബേജാറുമായി സലഫി ഇറങ്ങി തിരിച്ചത്? നമുക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ ബദറിന്റെ ആയത്ത് ഓതിയിട്ട് മലക്കുകൾ ഇറങ്ങുന്നുവെന്ന ആയത്ത് ഓതിയിട്ടാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ഫാറൂഖി പ്രസംഗിച്ചത്. അല്ലാഹു റസൂൽ മലക്കോട് സഹായം തേടിയിട്ടുണ്ട്, എന്നാലും ജിന്നിനോട് തേടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? എത്ര ആയത്തുകള്, എത്ര ഹദീസുകള് കണ്ടോ? ഇങ്ങനെ എണ്ണി മൂത്ത് നോക്കി പറഞ്ഞു കൊടുത്തു. ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഉദ്ധരണികൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇല്ലാത്ത കളവുകൾ നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. വിചിന്തനം പൊക്കി പിടിച്ചുകൊണ്ട് പല തവണ ചോദിച്ചു ഇത് തെളിയിക്കാൻ പറ്റുമോ? അന്നും ഇന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പുറത്തിറങ്ങിയിട്ട് അടക്കുക നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇരിക്കാൻ തയ്യാറുണ്ടോന്ന്? സഹോദരന്മാരെ, ശുദ്ധമായ കളവ് ഇല്ലാത്തത് പറഞ്ഞു വെച്ച് കെട്ടുണ്ടാക്കി ആടിനെ പട്ടിയാക്കുന്ന, ആ പട്ടിയെ പിന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. അല്ലാഹു തആല ഹഖ്നെ ഹഖായി സ്വീകരിക്കാൻ, അത് പിൻപറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.